വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് പറയുന്നത്? പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് തൗഹീദിൽ അടിസ്ഥിതമായ ഒരു ജീവിതം നിർത്തുകയും പ്രാർത്ഥന അള്ളാഹുവിടെ മാത്രമായിരിക്കണമെന്ന്, മറ്റാരോടും പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നും അങ്ങനെ അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയാണ്, അത് പ്രചരിപ്പിക്കുകയാകുന്നു മുജാഹിദ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിച്ചാൽ തന്നെ ആ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിനെ യഥാർത്ഥമായ അവസ്ഥയിലൂടെ പഠിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ ഒരു വചനം അല്ലെങ്കിൽ ചെറിയൊരു സൂറത്തുകളെ കൊണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന ആളുകൾക്കുള്ള മാറ്റം. ഇന്ന് പരിശുദ്ധ ഖുർആൻ മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അമാനി മൗലവിയുടെ പരിഭാഷയില്ലാത്ത വീടുകൾ ഉണ്ടാവുകയില്ല. അത് മനസ്സിലാക്കുവാൻ സാധിക്കും. നബിയുടെ കാലത്ത് അപ്രകാരം ഉണ്ടായിരുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ലബീദ് എന്ന് പറയുന്നൊരു സാഹിത്യകാരനുണ്ടായിരുന്നു, കവിയായിരുന്നു. മുഅല്ലക്ക എന്ന് പറയുന്ന ആ കൃതിയിൽ അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ട്. അശ്ലീലങ്ങൾ നിറഞ്ഞ കവിതയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത. ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന ഈ ചെറിയ സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഅബത്തിൽ എഴുതി തൂക്കുകയുണ്ടായി. മുശ്രിക്കുകളെല്ലാവരും രോഷാകുലരായി. ഇതിന് തക്കതായ മറുപടി കൊടുക്കണം. അതിനുവേണ്ടി അന്ന് കവിയായിരുന്ന ലബീദാണെങ്കിൽ വയോവൃദ്ധനായി വീട്ടിലിരിക്കുകയാണ്. ലബീദ് തന്നെ തൻ്റെ പ്രായാധിക്യം കൊണ്ട് പറയുകയുണ്ടായി, വലഖദ് സഇംതു മിനൽ ഹയാതി വതൂലിഹ വസുആലി ഹാദൻ നാസി കൈഫ ലബീദു. ജീവിച്ച് മടുത്തുപോയി ഞാൻ. മാത്രമല്ല, എന്താ ലബീദിൻ്റെ സ്ഥിതി എന്ന് ജനങ്ങൾ ചോദിക്കുന്നത് കേട്ട് ഞാൻ മടുത്തുപോയി എന്ന് പറഞ്ഞ ലബീദ് അദ്ദേഹത്തെ അതിന് മറുപടി എഴുതാൻ വേണ്ടി കൊണ്ടുവരികയും അദ്ദേഹം സൂറത്തിൻ്റെ ഈ കൗസർ ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈമാൻ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവസാനമായി എഴുതിയത്, യഥാർത്ഥത്തിൽ ഈ ചെറിയൊരു സൂറത്ത് കൊണ്ട് ഇസ്ലാമാകുവാനുള്ള വസ്ത്രം ധരിക്കുവാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല എന്നായിരുന്നു അദ്ദേഹം എഴുതിയത്. ഖുർആൻ്റെ ചെറിയ ഒരു സൂറത്ത്, വളരെ ചെറിയൊരു സൂറത്ത്. ആ ഒരൊറ്റ സൂറത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാറ്റമുണ്ടായി. എന്നാൽ അത് മാത്രമല്ല, 114 സൂറത്തുകൾ, 6600 പരം ആയത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പഠിച്ചുകൊണ്ട് നമ്മൾ മാറ്റം വരുത്തേണ്ടതാകുന്നു. പഠിച്ചാൽ മാറ്റം വരാതിരിക്കുകയില്ല. അപ്പോൾ അല്ലാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ പാടുള്ളൂ എന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്.